ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യേ നിൽക്കുവാൻ ദൈവം എന്നെയും സഹായിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് മുദ്ര എന്നുള്ള ഒരു വാക്കാണ്. മുദ്ര, സീൽ എന്ന് പറയും, മുദ്ര എന്ന് പറയും. അതിന് പല തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. സീൽ, ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സീലുണ്ട്, അല്ലെ പണ്ട് രാജാക്കന്മാർക്ക് സീലുണ്ട്, നോട്ടറി സീലുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സീലുകൾ, സീൽ, സ്റ്റാമ്പ് എന്നൊക്കെ പറയും. പണ്ട് പ്രായമുള്ളവർക്ക് അറിയാം, ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മീറ്ററൊക്കെ സീൽ ചെയ്യുമായിരുന്നു അവർ. കാരണം നമ്മളത് അതിൽ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവരൊരു പ്രത്യേക ഈയക്കട്ട ഉപയോഗിച്ചിട്ട് സീൽ ചെയ്ത് സൂക്ഷിക്കും. അതൊരു ഉറപ്പിന് വേണ്ടിയാണ്. അതുപോലെ നമ്മുടെ ഒരു ഗവൺമെൻറ് ഡോക്യുമെൻ്റ് നമുക്ക് ഒരിടത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം അവർ നോക്കുന്നത് അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ സീലുണ്ടോ എന്നാണ് നോക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് വളരെ രംഗങ്ങളിൽ നമ്മുടെ അവകാശം ഉറപ്പിക്കുന്നു. ഇതിൻ്റെ ആധികാരികത കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു സീല് ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഡോക്യുമെൻറ്റും ഒറിജിനൽ ഡോക്യുമെൻറ്റും നമ്മൾ തിരിച്ചറിയുന്നത് ഈ സീല് കാരണമാണ്. അപ്പോൾ അങ്ങനെ ദൈവം വചനത്തിൽ പല സ്ഥലത്തും ഈ സീലിനെ പറ്റി, അല്ലെങ്കിൽ ഇതൊരു അടയാളമാണ്, മുദ്രയെപ്പറ്റി അനേക സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിനെപ്പറ്റിയുള്ള ചില ചിന്തകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ മോതിരം കൈമാറുമ്പോൾ പണ്ട് മറ്റു സഭകളിലൊക്കെ ഈ മോതിര കൈമാറ്റം നടക്കുമ്പോൾ ഈ മോതിരത്തിൽ ഇപ്പോൾ ഭാര്യയ്ക്കൊരു മോതിരം ഇടുമ്പോൾ ഭർത്താവിൻ്റെ പേര് അതിൽ ആലേഖനം ചെയ്തിരിക്കും. അപ്പോൾ അത് നോക്കുമ്പോൾ മനസ്സിലാവും, ഇത് എൻ്റെ ഭർത്താവിൻ്റെ പേര് ഇന്നതാണ്, ടോമി, അല്ല എന്തെങ്കിലും ഒരു പേരാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ അതിന് മുദ്രമോതിരം എന്ന് വേണേൽ നമുക്ക് പറയാം, മുദ്രമോതിരം. അങ്ങനെ പക്ഷെ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഈ മുദ്ര എന്താണെന്ന് വെച്ചാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, ഞാൻ പിന്നീട് വിശദമായിട്ട് അതിലേക്ക് വരാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ ചോദിക്കുമോ, അത് നമുക്ക് ലഭിക്കുന്നതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണത് കിട്ടുക, അത് കിട്ടിയിട്ടുണ്ടോ, എങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഈ മുദ്ര ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്നിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യത്തിലേക്ക് നാം വിശദമായിട്ട് ഞാൻ കടന്നു വരാം. ആദ്യമായിട്ട് ഈ വേദപുസ്തകത്തിൽ ഒരു മുദ്രയെപ്പറ്റി പറയുന്ന ഒരു ഭാഗം ഞാൻ ആരെയും വായിച്ച് സഹായിക്കണം. 1 രാജാക്കന്മാർ 21:8, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 21 വേഴ്സ് 8. 1 രാജാക്കന്മാർ 21 അധ്യായം 8 വാക്യം. അവിടെ ഒരു സീലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഒരു മുദ്രയെ പറ്റി. മതി. ഈ സംഭവം നമ്മൾ മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ നാബോത്ത് എന്ന ഒരു വ്യക്തിക്ക് ഒരു മുന്തിരിത്തോട്ടമുണ്ട്. അപ്പോൾ ഈ മുന്തിരിത്തോട്ടം ആഹാബ് രാജാവിന് വേണം. നമുക്കും അങ്ങനെയൊക്കെയാണ്. മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം നമുക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, എങ്ങനെയും അതിങ്ങ് അടിച്ചു മാറ്റണം, അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അതിങ്ങ് സ്വന്തമാക്കണം എന്ന് നാം പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ ഈ ആഹാബിന് ഇത് നാബോത്തിനോട് ചോദിച്ചു, എനിക്ക് ഈ മുന്തിരിത്തോട്ടം വേണം. അപ്പം നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരായിട്ട് തന്നിട്ടുള്ള ഒരു മുന്തിരിത്തോട്ടമാണ്, ഇത് നിനക്ക് തരാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞു, എത്ര വില വേണേ തരാം, എന്തൊക്കെ വേണേ ചെയ്യാം, അതൊന്നും പറ്റത്തില്ല, ഞാൻ തരത്തില്ല. അപ്പോൾ അവൻ വളരെ വിഷാദിച്ചു. ആഹാബ് രാജാവാണെന്ന് ഓർമ്മ വേണം. അപ്പോൾ അദ്ദേഹം സർവ്വ അധികാരമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇസബേൽ അടുത്ത് വന്ന്, എന്തു പറ്റി?
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ നാബോത്തിനോട് ഇങ്ങനെ മുന്തിരിത്തോട്ടം ചോദിച്ചു, അവനെനിക്ക് തന്നില്ല. അപ്പോൾ ഇസബേൽ പറഞ്ഞു, അതാണോ കാര്യം? അത് ഇത്ര നിസ്സാര കാര്യമല്ലേ, നീ രാജാവല്ലേ, രാജാവ് നീ ചോദിച്ചിട്ട് അവൻ നിനക്ക് തന്നില്ലയോ, എന്നാലും അത് കണ്ടിട്ടേ ഉള്ളൂ എന്ന് ഈ ഇസബേല് പറഞ്ഞ്, അങ്ങനെ ഇസബേൽ ഒരു ഫോൾസ് ഡോക്യുമെന്റ് അവിടെ ഉണ്ടാക്കിയാണ്. എന്താ സംഭവം ഞാൻ ചുരുക്കി അങ്ങ് പറയാം. ഇസബേല് ഇവനെ ഒരു ന്യായവിസ്താര സഭയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവനെതിരെ 2 കള്ളസാക്ഷികളെ കൊണ്ടുവന്നു. ഇവൻ ദൈവത്തെയും രാജാവിനെയും എല്ലാം ദുഷിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവനെ കല്ലെറിഞ്ഞ് കൊന്നു. അപ്പോൾ ഈ സീല് കൃത്രിമമായിട്ട് വാസ്തവത്തിൽ ഇത് ആഹാബ് അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. ആഹാബ് അറിയാതെ തന്നെ ഈ ഇസബേല് ഈ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ വേണ്ടി, അത് കൈയടക്കാൻ വേണ്ടി ഈ നാബോത്തിനെ കൊല്ലിക്കുവാണ് വാസ്തവം. അവനെ കല്ലെറിഞ്ഞ് കൊല്ലുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല, അതിൻ്റെ ആ സംഭവം. അപ്പോൾ ഇവിടെ ഒരു സീൽ ഉപയോഗിക്കുന്നത് രാജാവിൻ്റെ അധികാരമുള്ള മുദ്രയാണത്. അപ്പോൾ ഇത് അനാവശ്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചാണ് ഈ നാബോത്തിനെ കൊല്ലുവാൻ ഇടയായത്. അപ്പോൾ അവസാനം ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? ഈ ഇസബേലിൻ്റെ രക്തം ആ നായ്ക്കൾ നക്കിയെന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ഒരു വസ്തുവക അല്ലെങ്കിൽ ഒരു പറമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ, ഈ വസ്തുക്കൾ നാം അന്യായമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ശിക്ഷ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വേറെ 1-2 മുദ്രകളെ പറ്റിയോട് ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. എസ്തറിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം. എസ്തർ ചാപ്റ്റർ 8 വേഴ്സ് 8. അവിടെ ഒരു മുദ്രയെ പറ്റി ഒരു പറയുന്നുണ്ട്. എസ്തർ 8 വേഴ്സ് 8. അവിടെ എന്താണ് പറയുന്നത്? രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിടുക. എന്തുകൊണ്ട്? അത് അധികാരമാണ്. രാജാവ് അല്ല ആരെങ്കിലും ചെന്ന് ഒരു കാര്യം പറയുക, നിങ്ങൾ ഇന്ന പോലെ ചെയ്യണമെന്നൊന്നും പറഞ്ഞാലൊന്നും ആരും കേൾക്കത്തില്ല. നമ്മൾ ഒരു കോടതിയുടെ ഒരു ഉത്തരവുമായിട്ട് ഒരിടത്ത് ചെന്ന് പറയുവാണ്, കോടതിയുടെ ഉത്തരവാണ് എന്ന് പറഞ്ഞ് നമ്മളോട് ചെന്ന് കൊടുക്കുക, നിങ്ങൾ ഇവിടുന്ന് മാറിത്തരണമെന്ന് പറഞ്ഞാൽ അവർ മാറത്തില്ല. അവർ ചോദിക്കും, ആദ്യം കോടതിയുടെ മുദ്ര എവിടെ എന്ന് ചോദിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആ എസ്തറിൻ്റെ പുസ്തകം നമുക്കറിയാം. എസ്തറിൻ്റെ ആ സംഭവ കഥ നമുക്കറിയാം. മൊർദെഖായിയുടെയും എസ്തറിൻ്റെയും ഒക്കെ കഥ നമുക്കറിയാം. ഹാമാൻ വലിയ കഴുകുമരം ഉണ്ടാക്കി മൊർദെഖായിയെ തൂക്കാൻ വേണ്ടിയുള്ള കഴുമരത്തെ അവനെ തന്നെ തൂക്കുന്ന സംഭവം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ അവനെ കൊന്ന് ആ എസ്തറിനും മൊർദെഖായിക്കും സർവ്വ അധികാരങ്ങളും കൊടുത്തുകൊണ്ടുള്ള രാജാവിൻ്റെ മുദ്ര ഇവരെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞ് സർവ്വ അധികാരങ്ങളും അവിടെ എസ്തറിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ അത് രാജാവിൻ്റെ മോതിരം കൊണ്ടുള്ള മുദ്രയാണ്. അപ്പം അത് സീലാണ്. രാജാവിൻ്റെ അധികാരത്തിൻ്റെ ഒരു ചിഹ്നമാണ് അവിടെ കാണിക്കുന്നത്. ഒരു വാക്യോട് വായിക്കാം. ഉത്തമഗീതം 8-ാം അധ്യായം 6-ാം വാക്യം. സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 8 വേഴ്സ് 6. ഉത്തമഗീതം 8:6. അത് വേറൊരു മുദ്രത്തെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവം? ശൂലേംകാരി പറയാണ്, നിന്റെ മുദ്രമോതിര എൻ്റെ ഹൃദയത്തിന്മേലും ഭുജത്തിന്മേലും വെക്കണം. ഇതൊരു വിവാഹമോതിരമാണ്. വിവാഹമോതിരെ പറ്റി പറയുന്നത്, അതായത് അത്ര ഹൃദയത്തോട് ചേർത്ത്, അത്ര ഏറ്റവും അവൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൾക്ക് ഒരു മുദ്രമോതിരം എൻ്റെ ഹൃദയത്തിന്മേലും ഭുജത്തിന്മേലും വെക്കണം എന്ന് പറയുകയാണ്. വീണ്ടും ഇയ്യോബിന്റെ പുസ്തകം 41:15 ഒരു മുദ്രയെ പറ്റി പറയുന്നുണ്ട്. ബുക്ക് ഓഫ് ജോബ് വേഴ്സ് 41, ചാപ്റ്റർ 41 വേഴ്സ് 15. അവിടെ മറ്റൊരു മുദ്രയെ പറ്റി പറയുന്നുണ്ട്.
ഇയ്യോബിന്റെ പുസ്തകം 41:15. അത് ഈ മുദ്ര വെച്ച് മുറുക്കി അടച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ KSEBയുടെ മീറ്റർ റീഡിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മീറ്റർ അവർ മുദ്ര വെച്ച് അടച്ചിരിക്കുകയാണ്. ആരും അത് മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മുദ്ര വെച്ച്. അതുപോലെ തന്നെ ചില ലെറ്ററുകൾ നമുക്കറിയാം, അയക്കുമ്പോൾ വലിയൊരു അരക്ക് പോലുള്ള സാധനം വെച്ച് അത് അങ്ങ് ഫിക്സ് ചെയ്ത് അത് ഉരുക്കി അങ്ങ് വെക്കും. കാരണം ആർക്കും അത് തുറക്കാൻ പാടില്ല. അത് അത്ര സെക്യൂരിറ്റിയോടുകൂടി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മറ്റൊരു മുദ്രയെ പറ്റിയാണ്. ഇത് മുദ്ര വെച്ച് മുറുക്കി അടയ്ക്കുന്ന കാര്യമാണ് അവിടെ ഇയ്യോബ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും മറ്റൊരു മുദ്രയെ പറ്റി പറയാം. യോഹന്നായുടെ സുവിശേഷം 3-ാം അധ്യായം 33-ാം വാക്യം. The Gospel of John chapter 3 verse 33. അവിടെ വേറൊരു മുദ്രയാണ്. എന്താണ്? ദൈവം സത്യവാൻ എന്നുള്ളതിൻ്റെ ഒരു മുദ്രയാണ്, ഒരു സ്റ്റാമ്പാണ്. അത് നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ദൈവം സത്യവാൻ എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ദൈവം സത്യമാണ്, യാതൊരു സംശയവുമില്ല. മറ്റൊരു മുദ്രയെ പറ്റി പറയുന്നത് 1 Corinthians 9:2 വാക്യം. 1 Corinthians chapter 9 verse 2. അത് മറ്റൊരു മുദ്രയാണ്. മുദ്രയെ പറ്റി പറയുന്നുണ്ട് അവിടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വിശ്വാസികളോട് പറയാണ്, എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര നിങ്ങളാണ്. ഉറപ്പ്. മുദ്ര എന്ന് വെച്ചാൽ ഉറപ്പ്, അടയാളം, അങ്ങനെയുള്ള വിവിധ അർത്ഥങ്ങളിൽ ഇത് ഈ മുദ്ര അല്ലെങ്കിൽ സ്റ്റാമ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും എൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവ് മുദ്രയെ പറ്റിയാണ്. അനേക വാക്യങ്ങളിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിടുന്നതായിട്ട്. അനേക വാക്യങ്ങളിൽ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. അപ്പം നമുക്ക് യാതൊരു സംശയവും വേണ്ട. എപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് കിട്ടുന്നത്? എപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കുന്നത്? നമ്മൾ കാത്തിരുന്ന് പ്രാപിക്കേണ്ട ഒന്നാണോ? അല്ല. അത് നമ്മൾ ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിച്ച് നമ്മുടെ കർത്താവായിട്ട് അംഗീകരിച്ച് രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് ലഭിക്കുന്നതാണ്. യാതൊരു സംശയമില്ല. പിന്നെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കേണ്ടതുണ്ട്. കർത്താവിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ് കർത്താവിന് കൊടുക്കുകയാണ്. നമ്മളുണ്ടാവും, നമ്മുടെ അടുത്ത് കർത്താവുമാണ്. പക്ഷെ നമ്മുടെ നിയന്ത്രണം, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കർത്താവിന് നൽകിക്കൊടുത്ത് കർത്താവ് നമ്മെ ഏത് വഴിക്ക് കൊണ്ടുപോകുന്നു ആ വഴിയിൽ നാം പോകാൻ വേണ്ടി തയ്യാറായി നമ്മുടെ മനസ്സിന് വലിയൊരു രൂപാന്തരം വരേണ്ടത് ആവശ്യമാണ്. നമ്മൾ അതുവരെയുള്ള കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു. ഞാൻ പണ്ടുണ്ടായിരുന്ന എൻ്റെ സ്വഭാവങ്ങൾ, പണ്ട് ഉണ്ടായിരുന്ന എൻ്റെ രീതികൾ, ചിട്ടകൾ എല്ലാം മാറി പുതിയൊരു ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് കിട്ടുന്നത്. ആദ്യമായിട്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയെ പറ്റി അവിടെ പറയുന്നുണ്ട്. ദ ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 14. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുന്നു. അത് എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിന്റെ മുദ്ര. അതൊരു അച്ചാരമായിട്ട്, അഡ്വാൻസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. എന്താണ് നമുക്കൊരു എന്തോ അച്ചാരം അറിയാമല്ലോ. അഡ്വാൻസ് ആണ്. ഒരു വസ്തു നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം അതിൻ്റെ ഉറപ്പിന് വേണ്ടി അവർ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് വസ്തു വാങ്ങാൻ താല്പര്യമുണ്ട്, ഇത്ര ലക്ഷം രൂപയ്ക്ക് നാം വസ്തു വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, ഓക്കെ, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു അഡ്വാൻസ് എമൗണ്ട് താ. അത് ഫുൾ എമൗണ്ട് അല്ല, പക്ഷേങ്കിൽ അതിൻ്റെ അഡ്വാൻസായിട്ട് അച്ചാരമായിട്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആദ്യം തന്നിരിക്കുകയാണ്.
കാരണം നാം ദൈവ സ്വരൂപത്തോട് അനുരൂപരായി ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി നാം ദൈവത്തോടു കൂടെ ആയിരിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു ഉറപ്പാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. ഇതെങ്ങനെയാണ് അറിയുന്നത്? നമുക്ക് പരിശുദ്ധാത്മാവ് മുദ്ര ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? പണ്ട് ഒരു പക്ഷേ നിങ്ങൾ പലരും കണ്ടു കാണും, ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കാളകളെയൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ നടത്തി ഇങ്ങനെ കൊണ്ടുവരും. അതിൻ്റെ എല്ലാം പുറത്ത് ഓരോ നമ്പർ ഇട്ടേക്കുന്നതാണ്, ഒരു മുദ്ര, സ്റ്റാമ്പ്. അത് എനിക്കൊന്ന് ഒരിക്കലും മഴ പെയ്താലും നനഞ്ഞാലും ഒന്നും പോകുന്ന ഒരു മുദ്രയല്ല. അതായത് അതിൻ്റെ പുറകെ കാണിക്കുന്ന ഇന്ന ആളുടെ ആണ് ഈ കാള, ഈ കാളയുടെ ഉടമസ്ഥൻ ഇന്നാരാണെന്നുള്ളതിൻ്റെ കോഡ് ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് മുദ്ര ഉണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? എന്നെ പരിശുദ്ധാത്മാവ് മുദ്ര ഇട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നത്? പുറമേ കാണാൻ പറ്റുമോ? ഇല്ല, അല്ലേ? നമ്മുടെ ഇവിടുത്തെ നമ്മൾ സീൽ അടിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞൊരു സീല് നമ്മുടെ ദേഹത്ത് അടിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, നമുക്കറിയാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവനാണോ, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമാണോ ഇയാളുടെ ജീവിതത്തിൽ ഉള്ളതെന്നൊക്കെ അറിയണമെങ്കിൽ പല കാര്യങ്ങളുണ്ട്, അല്ലേ? ഒരാൾ നമ്മളെ രണ്ട് ചീത്ത വിളിച്ചാൽ അറിയാം നമ്മളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണോ അതോ നമ്മുടെ അടിത്തട്ടിൽ കിടക്കുന്ന നമ്മുടെ ജഡമാണോ പിശാചാണോ എന്നറിയാൻ പറ്റും. നമ്മളെ ഒരു ചീത്ത വിളിച്ചാൽ നാം രണ്ട് ചീത്ത വിളിക്കും, അല്ലേ? അറിയാതെ വന്നു പോകും, അങ്ങ് വരും. ഇതെവിടെ അടിത്തട്ടി കിടക്കുക, അടിയിൽ കിടക്കുക. അപ്പം അതേ നമ്മൾ പറയും, ഓ ഞാൻ പറഞ്ഞല്ലോ, പറയിപ്പിച്ചതല്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് എന്നോട് പറഞ്ഞതല്ലേ, അപ്പം എന്നെക്കൊണ്ട് ചീത്ത അങ്ങോട്ട് പറയിപ്പിച്ചതല്ലേ എന്ന് നാം ചിലപ്പം ന്യായീകരിക്കും. അപ്പം ഇതിനർത്ഥം എന്തുവാ? നമ്മുടെ ഹൃദയത്തിൽ ഈ മാലിന്യങ്ങളും ചീത്തകളും എല്ലാം ഇങ്ങനെ കിടക്കുവാണ്. പക്ഷേ ഇത് പുറത്തു വരാതെ നമുക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അപാര ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിയന്ത്രണവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അറിയാതെ ഇത് തികട്ടി വന്നു. അപ്പോൾ എത്രമാത്രം നാം പരിശുദ്ധാത്മാവിൽ അടിയുറച്ചാണ് ജീവിക്കുന്നത്, എത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നമ്മിലുണ്ട് എന്നുള്ള സന്ദർഭത്തിൽ നാം തനിയെ ഇരിക്കുമ്പോഴൊക്കെ ഒരു കുഴപ്പമില്ല. ചർച്ച വരുമ്പോഴെല്ലാം വളരെ നല്ലതായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്, ഒന്നും അറിയത്തില്ല. പക്ഷെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് ആണ് നമ്മളെ ഇതുപോലത്തെ കാര്യങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. പാപം ചെയ്യാൻ വേണ്ട അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് നമ്മുടെ ജീവിതത്തിൽ പതിക്കുമ്പോൾ, അയ്യോ കർത്താവേ, ഞാൻ ഈ പരിശുദ്ധാത്മാ മുദ്ര എന്നിലുണ്ടല്ലോ, എനിക്കത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് നാം ചിന്തിക്കും. അതുകൊണ്ടാണ് ജോസഫ് പറഞ്ഞത്, ആ പൊത്തിഫറിന്റെ ആ ഭവനത്തിൽ ആ പ്രലോഭനം വന്നപ്പോൾ യോസഫ് എന്താണ് പറഞ്ഞത്? ദൈവത്തിന് വിരോധമായി ഞാൻ പാപം ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിൽ ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി കണ്ട് അറിയാൻ പറ്റും. വേറൊരാൾക്ക് അറിയത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയാം. ദൈവത്തിൻ്റെ ലിസ്റ്റിൽ ഇവൻ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര അടിച്ചിട്ടുള്ളവനാണോ അല്ലയോ എന്ന് അവിടെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മുന്നോട്ട് പോട്ടെ. എഫേസ്യ ലേഖനം തന്നെ 4-ാം അധ്യായം 30-ാം വാക്യം ഒന്ന് വായിക്കാം. എഫെഷ്യൻസ് ചാപ്റ്റർ 4:30. എന്താണ് പരിശുദ്ധാത്മാവ് മുദ്ര? ഇതിനു വേണ്ടിയാണ്, വീണ്ടെടുപ്പിൻ നാളിനായിട്ട് നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. എന്താണ് വീണ്ടെടുപ്പ്? എന്താണ്, എങ്ങനെയാണ് നമ്മൾ വീണ്ടെടുക്കും, അല്ലെങ്കിൽ നമ്മൾ മരിച്ചാലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിന്റെ തെളിവെന്തുവാ? കർത്താവ് മരണത്തെ ജയിച്ച് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റു. അതാണ് ഏറ്റവും വലിയ തെളിവ്. അവൻ വെറുതെ അത് കേട്ടുകഴിവല്ല. അനേക ദിവസം കർത്താവ് അവിടെ ഈ ലോകത്തിൽ സഞ്ചരിച്ച് അനേകം പേരോട് സംസാരിച്ച് മരണത്തെ തോൽപ്പിച്ച് ഒരു വീണ്ടെടുപ്പ് നാളിലായിട്ട് നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടെടുപ്പ് നാള് എങ്ങനെ അറിയുന്നത്? ദൈവം അറിയുന്നത് എങ്ങനെ? ഇവനെ വീണ്ടെടുക്കണോ, അല്ലെങ്കിൽ ഇവനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ, ഇവൻ എൻ്റെ പൈതലാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ആ മുദ്ര നോക്കിയാണ്. അപ്പോൾ വീണ്ടെടുപ്പിൻ നാളിലായിട്ട് നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. അതാണ് അവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയ്ക്ക് കീഴിൽ അമർന്നിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാ, അപ്പോൾ അതിൻ്റെ അധികാരത്തിന് കീഴിലാണ് നാം.
നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളല്ല അവിടെ. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്ക് പിന്നെ തോന്നുന്നത് പോലെ ചെയ്യാൻ പറ്റത്തില്ല. എക്സാമ്പിൾ, ഒരു ഇന്ത്യയുടെ അംബാസിഡർ ഒരു സ്ഥലത്ത് സൗദി അറേബ്യയിൽ ആണെന്ന് വെച്ചോ, അവിടെ ചെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന പോലും ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് മറ്റൊരു രാജ്യത്ത് താമസിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണ് അവിടെ നടത്തേണ്ടത്, അല്ലാതെ അയാളുടെ ഇഷ്ടമൊന്നും അവിടെ നടത്താൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്ന ഈ പരിശുദ്ധാത്മാ മുദ്ര, ഈ അഭിഷേകം നാം പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ ഹിതമാണ് നമ്മിൽ കൂടി നിറവേറേണ്ടത്. അല്ലെങ്കിൽ നമ്മെ കാണുന്നവർ കർത്താവിനെ കാണണം. നമ്മിൽ കൂടി കർത്താവിൻ്റെ സ്വഭാവം വെളിയിൽ വരേണ്ടതുണ്ട്. അതാണ് കർത്താവിൻ്റെ സ്വഭാവമാണ് നമ്മിൽ കൂടി കാണേണ്ടത്. 2-3 വാക്യങ്ങളോട് വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ മറ്റൊരു മുദ്രയെ പറ്റി പറയുന്നുണ്ട്. ദ ബുക്ക് ഓഫ് റെവലേഷൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1. അവിടെ എന്താണ് പറയുന്നത്? 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം. ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല, നമ്മൾ വെളിപാട് പുസ്തകം പഠിച്ചതാണ്. അപ്പോൾ അത് തുറക്കാൻ ആർക്ക് പറ്റും എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോൾ കുഞ്ഞാടാണ് അത് തുറക്കാൻ പറ്റുമെന്നുള്ളത് അവിടെ രേഖപ്പെടുത്തുന്നത്. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ആ വെളിപ്പാട് പുസ്തകം തന്നെ 7-ന്റെ 2 വായിച്ച് അവിടെ ഒരു മുദ്രയെ പറ്റി പറയുന്നുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 7 വേഴ്സ് 2 ഒന്ന് വായിക്കാം. ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ മതി. അവിടെ ദൈവത്തിന്റെ മുദ്രയെ പറ്റിയാണ് പറയുന്നത്. ദൈവത്തിന്റെ മുദ്രയെ പറ്റി പറയുന്നു. പിന്നെ ഇനി വേറൊരു മുദ്രയുണ്ട്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. 666-ന്റെ ഒരു മുദ്ര. അത് ഞാൻ ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സസ് 16 to 18. അത് മറ്റൊരു മുദ്രയാണ്. അത് ആരുടെ മുദ്രയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവരല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. വൃത്തിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. അവിടെ എന്താണ്? അത് നടക്കാൻ പോകുന്ന, ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എന്താണ്? ആ മുദ്ര ഇല്ലാത്ത, ഈ 666 എന്നുള്ള മുദ്ര ഇല്ലാത്തവർക്ക് യാതൊന്നും വാങ്ങുവാനോ വിൽക്കുവാനോ ഒന്നും സാധിക്കത്തില്ല. അത് വരാൻ പോകുന്ന, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ അവിടെ യോഹന്നാൻ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനകളെ പറ്റി നിങ്ങൾ കേട്ട് കാണും, പത്രത്തിൽ വായിച്ചു കാണും. അതെന്തുകൊണ്ടാണ്? ഇപ്പം മനുഷ്യനിലും അതുപോലെ ചിപ്പ് ഘടിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഒരു ചിപ്പാണ്. അപ്പം നമുക്കതിന് ഇനിയും നമ്മളിപ്പോൾ പോകുമ്പോഴൊക്കെ നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഐഡൻറ്റിറ്റി കാർഡൊന്നും വേണ്ട. നമ്മളിപ്പോൾ എയർപോർട്ടിൽ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട്. നമ്മളങ്ങ് നടന്നു പോയാൽ മതി. അപ്പോഴത്തേക്കും നമ്മളെ സ്കാൻ ചെയ്ത്, നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്ത്, ആൾ ഇന്നാരാണ്, ഇത് സാംസൺ കേസാം എന്ന് പറഞ്ഞ ആളാണ്, ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് നമ്പർ ഇത്രയാണ്, ഇദ്ദേഹത്തിൻ്റെ വീട് ഇവിടെയാണ്, ഇന്ന വിസയുണ്ട് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരെ സ്കാൻ ചെയ്ത് അവരുടെ സിസ്റ്റത്തിൽ അവരുടെ മേശയിൽ വരുവാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ, ഇവൻ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുവാണോ എന്നൊക്കെ അറിയുന്ന ഇപ്പോൾ പുതിയ ആ സംവിധാനത്തിൽ കൂടിയാണ്. അപ്പോൾ അതില്ലാതെ യാതൊരു രക്ഷയുമില്ല. അതുപോലെ ഇനി അടുത്ത വരാൻ പോകുന്നത് ഈ ക്യാഷ് ഒന്നും നമ്മൾ കൊണ്ടു നടക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കടയിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഒരു സ്കാനറുണ്ട്. അത് നമ്മുടെ ആ സ്കാനർ വെച്ച് നമ്മുടെ നെറ്റിയോ കയ്യോ എവിടെ സ്കാൻ ചെയ്തിട്ട് അവർ പറയാം ഇവൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ
ആവശ്യത്തിന് പൈസ ഉണ്ട്, ഇത്ര ലക്ഷം രൂപ കിടപ്പുണ്ട്, കുഴപ്പമില്ല, കൊടുക്കാം. ആ പൈസ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് നിന്ന് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവും. ഇപ്പം അങ്ങനെയൊക്കെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇപ്പോൾ പേഴ്സ് ആരുടെ കയ്യിലും ഇല്ലല്ലോ. നമ്മുടെ കുട്ടികളെ ഞാൻ പ്രത്യേകിച്ച് കാണുന്നത് 5 രൂപയ്ക്കൊക്കെ മുട്ടായി വാങ്ങിച്ചിട്ട് അവർ പറയും, ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ? അപ്പോൾ 5 രൂപ പോലും കയ്യിൽ ഇല്ല. അവിടെ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല, പൈസ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. ഈ നേരെ ഫോൺ അവിടെ കാണിച്ചാൽ മതി, ഇതുണ്ട് ഞാൻ ഗൂഗിൾ പേ ആണ് എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ മൃഗത്തിന് ഒരു മുദ്രയുണ്ട്. പരിശുദ്ധാത്മാ മുദ്രയെ പറ്റി ഞാൻ പറഞ്ഞു, അത് നമുക്ക് വേണം, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഈ മഹാ ഉപദ്രവ കാലത്ത് ആ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളുടെ ഭാഗമായിട്ട് ഈ മൃഗം ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഈ സാത്താൻ്റെ മുദ്ര ഇല്ലാത്ത ഒരുത്തനും രക്ഷപ്പെടാൻ പറ്റില്ല ആ സമയത്ത്. ഞാൻ മുന്നോട്ട് പോട്ടെ, ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ പെട്ടെന്ന് നിർത്താം. വെളിപ്പാട് പുസ്തകം 14:11 ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 14:11, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സ് 11. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പോകും. മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കാത്തവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. അവിടെ മൃഗത്തിൻ്റെ മുദ്ര ഉള്ളവർക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ മുദ്ര ഏതാണ്? ആരാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്? നാം ആരുടെ അടിമയാണ്? കർത്താവിൻ്റെ അടിമയാണോ അതോ പിശാചിന് അടിമയാണോ? നമ്മിൽ ഉള്ളത് ഈ പിശാചിൻ്റെ മുദ്രയാണോ അതോ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണോ നമ്മിൽ അടിച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? അപ്പോൾ തീർച്ചയായും നാം പരിശുദ്ധാത്മാ മുദ്ര പ്രാപിച്ചവരാണ്, ആ മുദ്രയിൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് നാം. തീർച്ചയായും നാം രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ വലിയൊരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്ന് നാം ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ജീവിത അനുഭവത്തിലേക്ക് നാം കടക്കുകയാണ്. അപ്പോൾ കർത്താവിനെ നമ്മിൽ കൂടി പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു പോവുകയാണ്. ഞാൻ ചുരുക്കട്ടെ, നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്ര, ഈ ഗ്യാരണ്ടി ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഭദ്രത ആണത് സൂചിപ്പിക്കുന്നത്. ആ ഒരിക്കൽ സീലടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കാനൊന്നും പറ്റത്തില്ല. അല്ലാതെ നമ്മളിതൊരു പാപം ചെയ്താൽ ഉടൻ തന്നെ എന്നാൽ സീലിങ് മാറ്റി കളയാൻ പറ്റുന്ന സീലാണോ? അത് അല്ല. അത് ഒരിക്കൽ സീല അടിച്ചു കഴിഞ്ഞാൽ അത് എന്നേക്കുമുള്ളൊരു സീലാണ്. രക്ഷയുടെ ഭദ്രതയെ സൂചിപ്പിക്കുന്നത് ഗ്യാരണ്ടി ഓഫ് സാൽവേഷൻ ആണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. അപ്പോൾ നമ്മെ മുദ്ര, ശൂലേംകാരി പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സഭയായിട്ട് നമ്മെ ഒരു മുദ്രമോതിരം, വിവാഹമോതിരം നമുക്ക് അണിയിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ മണവാട്ടി സഭയാണ് നാം. അപ്പോൾ ആ കർത്താവുമായിട്ടുള്ള ആ വേളി കഴിക്കാൻ വേണ്ടി നാം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭയാണ് വിശ്വാസികളായ നമ്മൾ. ആ മഹത്തായ സംഗമത്തിനു വേണ്ടി നോക്കി പാർത്തുകൊണ്ട് നമ്മുടെ പ്രിയനായ കർത്താവിനോടൊന്ന് ഒത്ത് സ്ഥിരമായിട്ട് യുഗങ്ങൾ, കോടാനുകോടി വർഷങ്ങൾ, കണക്കില്ലാത്ത വർഷങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട്, നമസ്കരിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഒന്നിച്ച് എന്നെന്നും യുഗായുഗം വാഴുവാനുള്ള ആ ഒരു അടയാളമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ മോതിരം. അതാണ് ശൂലേംകാരി പറയുന്നത്. ആ മുദ്രമോതിരം എൻ്റെ ഹൃദയത്തിന്മേലും ഭുജത്തിന്മേലും വെക്കണം എന്ന് പറയുന്നുണ്ട്. ആ ദൈവം സത്യവാൻ എന്നുള്ളതിൻ്റെ ഒരു മുദ്രയാണ് അത്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എൻ്റെ അപ്പോസ്തലത്തിൻ്റെ മുദ്ര നിങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുദ്രയിട്ട് ആത്മാവെന്ന അച്ചാരം നമുക്ക് തന്നിരിക്കുകയാണ്, അഡ്വാൻസ് തന്നിരിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ശരീരത്തെ നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ നാം ഒരു സമയത്ത് ഈ പൂർണ്ണമായി തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തിൽ നമ്മുടെ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവത്തോടൊന്നിച്ചാണ് നാം. പാപമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു സ്ഥലത്ത് നാം ആയിരിക്കുമ്പോൾ
കർത്താവിനോട് നാം ഒന്നിച്ച് ആയിരിക്കുന്നു. അതിൻ്റെ അഡ്വാൻസായിട്ടാണ് നമുക്ക്, അതിൻ്റെ അച്ചാരമായിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. നമ്മോട് ഒത്തു വസിക്കാൻ, നമ്മെ നയിക്കാൻ, നമ്മെ നേരായ വഴി പറഞ്ഞു തരാൻ, നമ്മെ ഗൈഡ് ചെയ്യാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മിൽ ഉണ്ടോ? അതെത്രമാത്രം തെളിഞ്ഞാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ അത് മങ്ങിയും മാഞ്ഞുമൊക്കെ ഇരിക്കുമായിരിക്കും. കാരണം എന്താ? നാം ആ പരിശുദ്ധാത്മാവിനെ വേണ്ടത്ര ഉജ്ജ്വലിപ്പിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനങ്ങൾക്ക് കാതോർത്ത് അതിനെ ഉജ്ജ്വലിപ്പിക്കാൻ നാം പലപ്പോഴും ശ്രമിക്കാറില്ല. നമ്മെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുകയാണ്. ആ മുദ്ര നോക്കിയാണ് നമ്മെ വീണ്ടെടുക്കണമോ, ഇവനെ രൂപാന്തരപ്പെടുത്തണമോ, ഇവനെ സ്വർഗത്തിൽ പോകണോ, നരകത്തിൽ പോകണോ, ഏത് സിംഹാസനത്തിന് മുമ്പിലാണ് നാം നിൽക്കേണ്ടത് എന്നെല്ലാം തിരിച്ചറിയപ്പെടുന്ന, ജീവന്റെ പുസ്തകത്തിൽ പേര് ഉണ്ടോ എന്നെല്ലാം നോക്കുന്ന ഈ മുദ്ര പ്രാപിച്ചവരെയാണ്. തീർച്ചയായും നാം എല്ലാം ആ മുദ്ര ഏൽക്കപ്പെട്ടവരാണ്. അതിനനുസൃതമായിട്ട് നാം ജീവിക്കേണ്ടതുണ്ട്. ആ ദൈവത്തിൻ്റെ ആ സൽസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ദിനംതോറും നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മൾ നേരത്തെ കേട്ടതുപോലെ നാം എല്ലാ ദിവസവും ഒരു ശുദ്ധീകരണത്തിൻ്റെ ആ ഒരു ഓരോ ദിവസവും കർത്താവിനോട് കൂടുതൽ, കർത്താവിൻ്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ 100% ആണ്. നാം ഇതുവരെയും ആ ഒരു 100%ലേക്ക് ആകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ദിനംതോറും നമ്മുടെ മാറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട്, നമ്മുടെ വിശുദ്ധി വർദ്ധിപ്പിച്ചുകൊണ്ട് കർത്താവിനായിട്ട് കാത്തിരിക്കാം. ആ പരിശുദ്ധാത്മാവ് മുദ്ര പ്രാപിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മുടെ സ്വഭാവത്തിന് വലിയൊരു മാറ്റം മറ്റുള്ളവർ ദർശിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വരും ദിവസങ്ങൾ കൂടുതൽ ദൈവത്തെ വിശ്വസ്ത സാക്ഷിയായിട്ട് സേവിച്ചും മാനിച്ചുകൊണ്ട്, ദൈവത്തിനായി നോക്കി പാർത്തുകൊണ്ട്, കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങിക്കൊണ്ട് നമുക്ക് കർത്താവിനെ കാത്തിരുന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കാം. അതിന് ദൈവം നമ്മെ അവരെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.